എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. അപ്പോൾ പേജ് നമ്പർ 89-ത്തെ രണ്ട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലത്തെ ലാസ്റ്റ് പ്രോബ്ലം ഒരു ഭീകരനാണ്. അതിലേക്ക് നമുക്ക് കിടക്കാം. Some natural numbers can be written as a difference of two perfect squares in two ways. ചില നാച്ചുറൽ നമ്പേഴ്സിനെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ സാധിക്കും. അതും രണ്ട് തരത്തിൽ. അത് ഏതൊക്കെയാണ് അങ്ങനത്തെ നാച്ചുറൽ നമ്പേഴ്സ്? അത് തന്നിരിക്കുന്നു കണ്ട. 24നെ 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ആയിട്ട് എഴുതാൻ സാധിക്കും. 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 24 ആണോ? 7 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49 അല്ലേ? 7 × 7 49 മൈനസ് 25 ശരിയാണ്, 24 ആണ്. അത് മാത്രമല്ല വേറൊരു തരത്തിൽ എഴുതാം. 5 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, അതായത് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 മൈനസ് 1 24. പിന്നെ അതുപോലെ തന്നെ അടുത്ത നമ്പർ 32 എന്ന് പറയുന്നതും രണ്ട് തരത്തിൽ എഴുതാം. 9 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ അതാണ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് അല്ലേ? 9 സ്ക്വയർ എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 7 സ്ക്വയർ എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇതിന് രണ്ടിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ സാധിക്കും. വേറൊരു തരത്തിലും എഴുതാം, 6 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന്. മനസ്സിലായില്ലേ? അതുപോലെ 14നെയാണ് പിന്നെ അടുത്തതായിട്ട് എഴുതാൻ സാധിക്കുന്നത്. അപ്പൊ ഈ 24, 32, 40 എന്നുള്ള ഈ മൂന്ന് നമ്പറുകൾ കാണുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് 8ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? 3 × 8 24. അത് ഓർഡറിലാണ് എടുക്കുന്നത്. 4 × 8 32, 5 × 8 40. അപ്പൊ അടുത്തതായിട്ട് സ്വാഭാവികമായിട്ട് 48 ആയിരിക്കും അടുത്ത് വരാം അല്ലേ? എക്സ്പ്ലെയിൻ യൂസിങ്. അപ്പൊ അതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര ദ മെത്തേഡ് ഓഫ് റൈറ്റിംഗ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 8 സ്റ്റാർട്ടിംഗ് വിത്ത് 24 ആസ് ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇൻ ടു വേസ്. അപ്പൊ നമുക്ക് ആൾജിബ്രയിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്ന് പറയാൻ പറ്റുമോ? സ്റ്റാർട്ടിംഗ് വിത്ത് 24ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓൾ മൾട്ടിപ്പിൾസ്. അല്ലാണ്ട് 24ന്റെ മുന്നേ ഒരു 16 എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഉണ്ട്, അതിന്റെ മുന്നേ 8 എന്ന് പറയുന്ന ഒരു മൾട്ടിപ്പിളും ഉണ്ട് അല്ലേ? 1 × 8 8, 2 × 8 16. ഇത് രണ്ടും വേണ്ട. ഇതൊഴിച്ച് 24ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 8 can be written as difference of two perfect squares in two ways. രണ്ട് തരത്തിൽ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ സാധിക്കും. അതിനെയാണ് നമുക്ക് ആൾജിബ്രയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ആ പാറ്റേണിന്റെ ഫസ്റ്റ് ലൈൻ മാത്രം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ലൈനായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ 24 ആണ് 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ അല്ലേ? അപ്പൊ ഇതിനെ എവിടെയാണ് നമ്മൾ എക്സ് ഇട്ട് കൊടുക്കുക, എവിടെ വൈ ഇട്ട് കൊടുക്കുക, എന്ത് ചെയ്യും? ഇപ്പൊ 24ന് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24നെ 8ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 8x എടുക്കാൻ പറ്റുമോ? 8ന്റെ എല്ലാ മൾട്ടിപ്പിൾസും ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് 8x എടുക്കായിരുന്നു അതിന് അല്ലേ? 8x എന്ന് പറഞ്ഞാൽ 8ന്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷേ ഇവിടെ എല്ലാ മൾട്ടിപ്പിൾസും ഇല്ല. സ്റ്റാർട്ടിംഗ് വിത്ത് 24 തൊട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ സ്ക്വയേഴ്സിന് നമുക്ക് എടുക്കാം. അതിലത്തെ ഇപ്പോൾ ഇത് രണ്ടും എടുത്താലും സെയിം തന്നെയായിരിക്കും. കാരണം ഈക്വൽ ആണ്, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലത്തെ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എടുക്കാം. അപ്പൊ ഈ 7 സ്ക്വയറിന് എടുക്കാം. ഇതിലത്തെ 7നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സമ്മു ആക്കിയിട്ട് എഴുതുക. 5നെ ഒരു ഡിഫറൻസ് ആയിട്ട് എഴുതുക. അപ്പോൾ 7നെ നമുക്ക് എന്താ പറഞ്ഞ സം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? x + y. 7 എന്ന് പറയുന്നത് നമുക്ക് x + y. നമുക്ക് അറിയില്ല x ഏതാണെന്ന് അറിയില്ല, y ഏതാണെന്ന് അറിയില്ല. പക്ഷെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ 7 കിട്ടി. അങ്ങനെ ചിന്തിക്കട്ടാ. അപ്പൊ ഫസ്റ്റ് നമ്പറിനെ ഇത് 7ഉം ഇത് 5 സ്ക്വയറും 7 സ്ക്വയറും ഇത് ഭാഗമാണ്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അപ്പൊ അതിനെ ആദ്യത്തെ നമ്പറിനെ നമ്മൾ x + y സം ആക്കിയിട്ട് എടുത്തു. x + y ഹോൾ സ്ക്വയർ. സ്ക്വയർ അല്ലേ? അപ്പൊ ഒരു സ്ക്വയർ ഇട്ട് കൊടുത്തു. ഇനി മൈനസ് ആണ് ഇവിടെ കിട്ടുന്ന ചിഹ്നം മൈനസ്. ഈ 5 സ്ക്വയർ നമ്മൾ എന്ത് ഇടണം എന്ന് പറഞ്ഞേ? ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ പറയുക? x - y ഹോൾ സ്ക്വയർ ഇട്ട് കൊടുത്തു. ഓക്കെ, x + y ഹോൾ സ്ക്വയർ മൈനസ് x - y ഹോൾ സ്ക്വയർ. അപ്പൊ ഇതൊന്നും ചെയ്യാൻ ഇതിന്റെ എക്സ്പാൻഷൻ ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്നും ഇതിനെ മൈനസ് ചെയ്ത് കളയാം. +2xy + y²
മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയറിന്റെ എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ അല്ലേ? ഇത് ഇതുപോലെ ഇട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 90% കുട്ടികളിലും തെറ്റാൻ സാധ്യതയുണ്ട്. അതായത് എന്ത് ചെയ്യുന്ന അറിയാമോ? എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് രണ്ടും വെട്ടിപ്പോയി. 2xy മൈനസ് 2xy പ്ലസ് 2xy മൈനസ് 2xy എന്ന് പറയുമ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോയി. പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത ആൻസർ 2y സ്ക്വയർ എന്ന് കിട്ടും. ഇത് തെറ്റും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ എക്സ്പാൻഷൻ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്താലും 2xy ചെയ്താലൊന്നും കുഴപ്പമില്ല. 2xy മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ അല്ലേ? ഇതിൻ്റെ എക്സ്പാൻഷൻ. ഇനി ഈ മൈനസിന് ശേഷം എടുക്കുന്നത്, അതായത് ഇത് മൊത്തം ഇതിൽ നിന്നും മൈനസ് ചെയ്യാനുള്ളതാണ്. മനസ്സിലായോ? മൈനസ് ചെയ്യാനുള്ള ചിഹ്നത്തിനെ നമുക്ക് ഈ ചിഹ്നങ്ങൾ വേറെ വേറെ വരുമ്പോൾ മൈനസ് ചെയ്യണതിനേക്കാളും സുഖം പ്ലസ് ചെയ്യാനാണ്. പ്ലസ് ചെയ്യുമ്പോൾ തെറ്റില്ല, മൈനസ് ചെയ്യുമ്പോൾ തെറ്റും. ഓക്കെ, അപ്പം മൈനസ് ചെയ്യാനായിട്ട് വന്നിട്ട് സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ആഡ് ചെയ്ത് വെച്ചാൽ ശരിയാവുമോ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടായിരിക്കും. നമുക്ക് ആഡ് ചെയ്യാം, തെറ്റില്ല. പക്ഷേ ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ മൈനസിനെ നമ്മൾ പ്ലസ് ആക്കുന്നു. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യാനാണ് പോകുന്നത്. പക്ഷേ ഇത് പ്ലസ് ആക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ മൊത്തം ചിഹ്നങ്ങളും മാറ്റണം. മനസ്സിലായ? അപ്പം തെറ്റില്ല. ചിഹ്നങ്ങളൊന്നും മാറ്റാണ്ട് നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചാൽ മൊത്തം തെറ്റായിരിക്കും. അപ്പം എന്ത് ചെയ്യണം? മൈനസ് ചെയ്യാമെന്നാൽ പ്ലസ് ആക്കിയിട്ട് അപ്പുറത്ത് എടുക്കണതിൻ്റെ ഒക്കെ എത്തിയിട്ട് ചിഹ്നം മാറ്റാം. എത്ര എണ്ണം അവിടെ എടുക്കണ്ടോ എല്ലാത്തിൻ്റെ ചിഹ്നം മാറ്റണം. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പം അതിന് നമ്മൾ ചിഹ്നം മാറ്റി നെഗറ്റീവ് ആക്കി അല്ലേ? അത് പോസിറ്റീവാണ്, നെഗറ്റീവ് ആക്കി. ഇത് മൈനസ് ആണ്, ഇതിനെ പ്ലസ് ആക്കി. ഇത് പ്ലസ് ആണ്, അപ്പം ഇതിനെ മൈനസ് ആക്കി. ഓക്കെ, എല്ലാത്തിൻ്റെയും മാറ്റണം. പ്ലസ് ഉള്ളതൊക്കെ മൈനസ് ആക്കാം, മൈനസ് ഉള്ളതൊക്കെ പ്ലസ് ആക്കാം. അത് മനസ്സിലായില്ലേ? ഇനി നമുക്കിത് എന്താണ് ചെയ്യേണ്ടത്? ആഡ് ചെയ്യാം. എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? അത് രണ്ടും വെട്ടിപ്പോയി 0. വൈ സ്ക്വയറും മൈനസ് വൈ സ്ക്വയറും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതും വെട്ടിപ്പോയി 0. പ്ലസ് 2xyയും പ്ലസ് 2xyയും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4xy. കണ്ട, ഇതാണ് ആൻസർ. ഇതിങ്ങനെ ചെയ്യാണ്ട് മൈനസ് ഇട്ട് കഴിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുവിധം കുട്ടികളൊക്കെ മിസ്റ്റേക്ക് വരുത്തിയിട്ട് 2y സ്ക്വയർ ആൻസർ കിട്ടും. അങ്ങനെ തെറ്റും. അപ്പോൾ ഇനി മനസ്സിലായല്ലോ? ഇതുപോലത്തെ പ്രത്യേകിച്ച് എക്സും വൈയും ഒക്കെ ഉള്ള അങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ മൈനസ് ചെയ്യാൻ വന്നാൽ പ്ലസ് ആക്കിയിട്ട് ഉടനെ തന്നെ അപ്പുറത്തുള്ളതിൻ്റെ ഒക്കെ ഇതിൻ്റെ ചിഹ്നങ്ങൾ മാറ്റാം. പ്ലസ് ഉള്ളതൊക്കെ മൈനസ് ആക്കാം, മൈനസ് ഉള്ളതൊക്കെ പ്ലസ് ആക്കാം. എന്നിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റില്ല. അപ്പം എന്ത് കിട്ടി നമുക്ക്? 4xy എന്ന് കിട്ടി. ഈ 4xy എന്ന് പറയുന്നത് എന്താണ് സത്യത്തിൽ? ഈ 24 അല്ലേ 4xy? അതായത് നമ്മൾ ഇതാണ് ചെയ്തത്. ഇതും സെയിം ആണ്. ഇത് അല്ലെങ്കിൽ ഇത് രണ്ടിനും ഈക്വൽ ആണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ ചെയ്ത ഈ ഓപ്പറേഷൻസ് എല്ലാം, ഇവിടെ ഈ ചെയ്ത ഈ ക്രിയകളെല്ലാം ഈ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്തത്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആണ്, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ? ഇത് രണ്ടും ഈക്വൽ ആണ്. നമ്മളത് ചെയ്തു. അപ്പം നമ്മൾ ഓരോന്നിനെയും രണ്ട് സംഖ്യകളുടെ സമ്മും ഇതാക്കി മാറ്റിയത് മാത്രം നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിൽ. അപ്പം നമുക്ക് കിട്ടിയ ആൻസറാണ് 4xy. 4xy എന്ന് പറയുന്നത് എന്താണ്? 24. ഫസ്റ്റ് പാറ്റേണിൻ്റെ ഫസ്റ്റ് ലൈനിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ 4xy = 24 എന്ന് കിട്ടി. എങ്കിൽ xyയുടെ വാല്യൂ എന്താ? നമ്മളിത് ഇക്വേഷൻ എന്ന ലെസണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. xy എന്ന് പറയുമ്പോൾ 24, ഈ 4 അപ്പുറത്തേക്ക് പോയി, ഡിവൈഡഡ് ബൈ 4 ആയി അല്ലേ? 4 24 എത്ര പ്രാവശ്യം പോയി? 6 പ്രാവശ്യം പോയി. അപ്പം xy എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ, xy എക്സിൻ്റെയും വൈൻ്റെയും പ്രോഡക്റ്റ് ആണ് 6. എക്സ് എത്രയാണെന്നും നമുക്കറിയില്ല, വൈ എത്രയാണെന്നും നമുക്കറിയില്ല. പക്ഷെ എക്സും വൈയും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 6 കിട്ടി. അപ്പോൾ എക്സും വൈയും ഏതൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്? ഏതൊക്കെ ആയാൽ 6 വരും? ഒന്നുകിൽ വേണമെങ്കിൽ 3 × 2 വരാം അല്ലേ? 3 × 2 6 ആവാം അല്ലേ? 3 × 2 6 അല്ലേ?
ഇനി എങ്ങനെയാണ് 6 പ്രോഡക്റ്റ് വരാനുള്ള 6ന്റെ ഫാക്ടേഴ്സ് അപ്പം എന്തൊക്കെയാവാം? 6ഉം 1ഉം വരാം അല്ലേ? 6 × 1 6. ഇനി എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ 6 പ്രോഡക്റ്റ് കിട്ടാൻ നമ്പേഴ്സ് തമ്മിൽ? ഇല്ല അല്ലേ? ഇത് തന്നെയുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ഒരു എക്സിനും വൈക്ക് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്, ഇവിടെയും കിട്ടിയിട്ടുണ്ട്. 2 ടൈപ്പ് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പം എക്സിന് എപ്പോഴും വലിയ നമ്പർ ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഒരു നമ്പർ എക്സ് പ്ലസ് വൈ ആയിട്ടും ഒരു നമ്പർ എക്സ് മൈനസ് വൈ ആയിട്ടാണ് ചെയ്യണത്. അപ്പം എക്സിൽ നിന്ന് നമുക്ക് വൈ മൈനസ് ചെയ്യേണ്ടതാണ്. അപ്പം എക്സ് വലിയ നമ്പർ ആയാലല്ലേ വൈ മൈനസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എക്സ് ചെറിയ നമ്പറായ വൈ വലിയ നമ്പറും മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആൻസർ വരും, ആകെ കുളവും. അപ്പം നമ്മൾ അതിനൊന്നും പോകണ്ട. നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് എപ്പോഴും വലിയ വാല്യൂ ഇട്ട് കൊടുക്കാം. നമുക്ക് അറിയില്ല ഏതൊക്കെ വാല്യൂസ് എന്ന് അറിയില്ല. അപ്പോൾ കിട്ടിയതിൽ വലിയ വാല്യൂ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ് ഈക്വൽ ടു 3 വരും, വൈ ഈക്വൽ ടു 2 വരും അല്ലേ? ഇതെടുക്കുകയാണെങ്കിൽ എക്സ് 3 ആയിട്ട് എടുത്തു, വൈ 2 ആയിട്ടും എടുത്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കി നോക്കാം. നമ്മൾ എന്താണ് ചെയ്തത്? ഇതിൻ്റെ ഒരു ഫസ്റ്റ് നമ്പറിനെ സം ആക്കിയിട്ടാണ് എടുത്തത് അല്ലേ? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അങ്ങനെയല്ലേ എടുത്തിട്ടായിരുന്നേ? എക്സ് ഞാൻ അവിടെ ഒരു വട്ടം കൂടി എഴുതി കാണിച്ചു തരാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ 7നെ നമ്മൾ എക്സ് പ്ലസ് വൈ ആയിട്ട് എടുത്തു, 5നെ നമ്മൾ എക്സ് മൈനസ് വൈ ആയിട്ട് എടുത്തു. അല്ലെങ്കിൽ 5നെ പിന്നത്തേക്ക് 5നെ എക്സ് പ്ലസ് വൈ ആയിട്ട് എടുത്തു, 1നെ എക്സ് മൈനസ് വൈ ആയിട്ട് എടുത്തു. ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് എക്സ് 3ഉം വൈ 2ഉം കിട്ടി. അപ്പം ഇതൊന്ന് ഇട്ട് നോക്കാം. എക്സിനും വൈക്കും ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എന്ത് വരും? 3 + 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ എന്ത് വരും? 3 - 2 ഹോൾ സ്ക്വയർ. 3 + 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 അല്ലേ? മൈനസ് 3 - 2 എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ. കിട്ടിയില്ലേ? 5 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ കിട്ടിയില്ലേ? അപ്പോൾ ഒരു കാര്യം രക്ഷപ്പെട്ടു, സമാധാനം. അടുത്തത് 6 × 1 എന്നുള്ളതാണ് അടുത്തത് നമുക്ക് കിട്ടിയില്ല. അത് വെച്ച് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആ കേസിൽ എന്താ വരുന്നത്? എക്സ് ഈക്വൽ ടു 6, വൈ ഈക്വൽ ടു 1. അങ്ങനെയാണ്. എക്സ് നമ്മൾ വലിയ നമ്പർ എടുക്കുക. അപ്പം എന്ത് വരും? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന ആ ഇതിലേക്ക് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എന്താ? 6 + 1 ഹോൾ സ്ക്വയർ മൈനസ് 6 - 1 ഹോൾ സ്ക്വയർ. അപ്പോൾ 6 3 7 സ്ക്വയർ ആണ്, മൈനസ് 5 സ്ക്വയർ കിട്ടി. ശരിയല്ലേ? ഈ 2 തരത്തിൽ തന്നെ 6 കിട്ടുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല 6 കിട്ടാൻ. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. ഇത് 2xy എന്ന് പറയുന്നതാണ് 8ന്റെ മൾട്ടിപ്പിൾ. ഓക്കെ, നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നേ? അയ്യോ 2xy അല്ല 4xy അല്ലേ? ഇത് ഈ ഒരു സാധനത്തിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നത്? 4xy ആയിരുന്നു. അപ്പോൾ ഈ 4xy എന്ന് പറയുന്നത് എന്താണ്? 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അതും 24 സ്റ്റാർട്ട് ചെയ്യുന്ന 8ന്റെ മൾട്ടിപ്പിൾസ്. 24 മുതൽ ഏത് മൾട്ടിപ്പിൾ വരെ വേണമെങ്കിൽ ആവാം. ഏത്? 4xy. ആ 4xyയിൽ നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂസ് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയേ എത്ര എണ്ണം കിട്ടി? 2 എണ്ണം. അപ്പോൾ 2 തരത്തിൽ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് 8ന്റെ മൾട്ടിപ്പിൾസ് എഴുതാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലായി. ഇത് ഒരെണ്ണത്തിൽ. അടുത്ത ലൈനിലും ഇത് ചെയ്ത് നോക്കുക. ഒരെണ്ണത്തിൽ മാത്രം ചെയ്താൽ പോരല്ലോ, അടുത്തതിലും കിട്ടുന്നുണ്ടോ എന്ന് അറിയണ്ടേ? 2 തരത്തിൽ പകരം 3 തരത്തിൽ കിട്ടിയാലോ? അടുത്ത ലൈൻ എന്ന് പറയുന്നത് എന്താ? 32 = 9 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ ഈക്വൽസ് 6 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. അപ്പം നമുക്ക് 32ന് പകരം നമുക്ക് 8ന്റെ മൾട്ടിപ്പിൾ കിട്ടിയിട്ടുണ്ട്. അതിന് വീണ്ടും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. അത് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 4xy ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? 4xy എന്ന് പറഞ്ഞാൽ 32. അപ്പം xy എന്താ? 32 4 അപ്പുറത്തേക്ക് പോയി /4 = 8. അപ്പം x × y എന്ന് പറയുന്നത് 8. ഏതൊക്കെ തരത്തിൽ വരാം? 8 പ്രോഡക്റ്റ് കിട്ടണം. അപ്പം എക്സിനും വൈന് ഏതൊക്കെ വാല്യൂ കൊടുത്താൽ 8 കിട്ടും? ഒരു തരം എന്ന് പറയുന്നത് 4 × 2 8 ആണ് അല്ലേ? പിന്നെ ആകെപ്പാടുള്ളത് 8 × 1 8 ആണ്. പിന്നെ വേറെ ഒരു വഴിയുമില്ല.
അപ്പോൾ നമുക്കിവിടെ x ഈക്വൽസ് 8 y ഈക്വൽസ് 1 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടി. x ഈക്വൽസ് 2 ആൻഡ് y ഈക്വൽസ് വലുതിട്ട് കൊടുക്കണം. x ഈക്വൽസ് 4 ആൻഡ് y ഈക്വൽസ് 2 എന്ന വാല്യൂ രണ്ട് തരത്തിൽ കിട്ടി. അത് രണ്ടും നമ്മൾ ഇതിലേക്ക് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന അതിലേക്ക് നമ്മൾ ആ ഒരു ഫോർമുലയിൽ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്ടാവുക, 8 പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 8 മൈനസ് 1 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ 8 1 9 സ്ക്വയർ മൈനസ് 8ൽ നിന്നും 1 മൈനസ് ചെയ്താൽ 7 അതല്ലേ ഇത്. അപ്പോൾ ആ കാര്യം ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് വാല്യൂ ഇട്ടിരിക്കുന്നത് 4ഉം 2ഉം ആണ്. അപ്പോൾ എന്ത് വരും, 4 പ്ലസ് 2 ഹോൾ സ്ക്വയർ അല്ലേ, 4 പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 4 മൈനസ് 2 ഹോൾ സ്ക്വയർ വന്നു. അപ്പം എന്താ വരാ, 4 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ അതന്നെയല്ലേ ഇത്. അപ്പം അതിലും ഓക്കെ. ഇനി വേണമെങ്കിൽ അടുത്തേലും ചെയ്ത് നോക്കാം. അടുത്തേലും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കോ, ഞാൻ പറഞ്ഞു തരണ വേണ്ടല്ലോ, മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞു തരാം. 40 ഈക്വൽസ് 11 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ ഈക്വൽസ് 7 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ 7 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഓക്കെ, അപ്പം നമുക്ക് എന്താ, നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി ആൻസർ 4xy ഈക്വൽസ് എത്രയാണ് അടുത്ത ഇതിലത്തെ. അപ്പോൾ ഈ 4xy എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കുക, 8ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ 8ന്റെ മൾട്ടിപ്പിൾ അടുത്ത് തന്നിരിക്കുന്നത് 40 ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ xyയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഈ പാറ്റേണിൽ xyയുടെ വാല്യൂ എത്ര വരാ, 40 4 അപ്പുറത്തേക്ക് പോയി 4 10 കിട്ടി. അപ്പോൾ x ഇൻറ്റു വൈ ഈക്വൽസ് 10 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം, ഒന്ന് എന്ന് പറയുന്നത് 5 ഇൻറ്റു 2 നമുക്ക് 10 കിട്ടും ഇല്ലേ. പിന്നെ കിട്ടാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് 10 ഇൻറ്റു 1 തന്നെ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇപ്പോഴും നമുക്ക് രണ്ട് തരത്തിൽ തന്നെ പറ്റുള്ളൂ. അപ്പോൾ 2 വേസിലാണ് നമുക്ക് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് കിട്ടുക എന്ന് മനസ്സിലായി. അപ്പോൾ ഇത് രണ്ടും അതിലേക്ക് മറ്റേ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആൻഡ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയറിലേക്ക് നമ്മൾ ഈ എക്സിൻ്റെയും വൈൻ്റെയും ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മൾ 5 പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 5 മൈനസ് 2 ഹോൾ സ്ക്വയർ ചെയ്യാം. അതുപോലെ 10 പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 10 മൈനസ് 1 ഹോൾ സ്ക്വയറും വന്നു. ഇതെന്താണ്, 5 2 7 സ്ക്വയർ മൈനസ് 5 2 പോയി 3 സ്ക്വയർ. യെസ്, അത് തന്നെയാണ് ഇത്. അതുപോലെ 10 പ്ലസ് 1 11 സ്ക്വയർ മൈനസ് 10 മൈനസ് 1 9 സ്ക്വയർ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ 3 ലൈൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിന് മേലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇനി കഴിഞ്ഞിട്ടില്ല മക്കളെ പരീക്ഷണം, വീണ്ടും കിടക്കുന്നതിൽ ഒരു ദിവസം കൂടി. ഇൻ ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ക്യാൻ വി റൈറ്റ് മൾട്ടിപ്പിൾസ് ഓഫ് 16 എവിടെ ക്വസ്റ്റ്യൻ, starting with 48 as the difference of two perfect squares. ഇപ്പോൾ നമ്മൾ 8ന്റെ മൾട്ടിപ്പിൾസ് സ്റ്റാർട്ടിംഗ് 24 ആണ് നമ്മൾ കണ്ടുപിടിച്ചത് എങ്കിൽ ഇനി 16ന്റെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് വിത്ത് 48ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 16ന്റെ മൾട്ടിപ്പിൾസ് എടുത്താൽ 48ൽ മുതൽ തുടങ്ങുന്ന ഏത് മൾട്ടിപ്പിളും 16ന്റെ എടുത്താൽ നമുക്ക് 2 പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ സാധിക്കുമോ? സാധിച്ചാൽ തന്നെ എത്ര തരത്തിൽ, 8ന്റെ 2 തരത്തിലാണ് പറ്റിയത്, ഇത് 16ന്റെ ആകുമ്പോൾ എത്ര തരത്തിൽ പറ്റും എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഡിഫറൻസിന് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്നിട്ടിട്ട് ചെയ്യാം. അപ്പോൾ അത് വീണ്ടും അതിങ്ങനെ ആവർത്തിച്ച് ചെയ്യേണ്ട കാര്യമില്ല. 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഒരു നമ്പറിനെ നമ്മൾ സമ്മാക്കിയിട്ടെടുത്തു, മറ്റേതിനെ നമ്മൾ ഡിഫറൻസ് ആയിട്ട് എടുത്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ. അത് ഇനി കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഈ വീഡിയോ ഒന്ന് ഫ്രണ്ടിൽ പോയിട്ട് കണ്ടാൽ മതി. ഇനി വീണ്ടും ഞാനിത് പറഞ്ഞാൽ ഇത് നന്നായി മനസ്സിലായിട്ടിരിക്കുന്ന കുട്ടികൾക്ക് ബോറടിച്ച് ചാവും. അതുകൊണ്ട് ഞാനത് വീണ്ടും പറയുന്നില്ല. അറിയാത്ത ആരെങ്കിലും മനസ്സിലാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഇത് മുന്നിൽ നിന്ന് കാണും. ഓക്കെ, അപ്പം നമുക്ക് അത് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ നമുക്ക് 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു, 4xy ആയിരുന്നു അല്ലേ.
അപ്പോൾ ഇപ്രാവശ്യവും നമുക്കത് ചെയ്ത് വരുമ്പോൾ 4xy തന്നെയാണ് കിട്ടുക. കാരണം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര എണ്ണ കിട്ടും? 4xy എണ്ണ കിട്ടും. പക്ഷേ ഈക്വൽസ് ഇട്ടിട്ട് നമ്മൾ 8ന്റെ മൾട്ടിപ്പിൾ ആണ് ഇട്ട് കൊടുത്തത്. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് ഇട്ട് കൊടുക്കണ്ടേ? 16ന്റെ മൾട്ടിപ്പിൾ ഇട്ട് കൊടുക്കണം, സ്റ്റാർട്ടിങ് വിത്ത് 48. അപ്പം നമുക്ക് ആദ്യം തന്നെ 48 ഐശ്വര്യമായിട്ട് തുടങ്ങാം. അപ്പം എന്ത് വരും? നമുക്ക് xyന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കാം. 48, 4 അപ്പുറത്തേക്ക് പോയി. അപ്പോൾ 4ൽ ഒരു പ്രാവശ്യം, 8ൽ 2 പ്രാവശ്യം, അപ്പോൾ നമുക്ക് 12 കിട്ടി. എക്സ് ഇൻറ്റു വൈക്ക് പ്രോഡക്റ്റ് 12 കിട്ടിയിരിക്കുന്നു. അപ്പം എക്സും വൈയും ഏതൊക്കെയാവാം? എത്ര വഴികളിൽ 12 നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും? ആലോചിച്ച് നോക്കിയേ. 3 × 4 12 പിന്നെ വല്ല വഴിയുണ്ടോ? ആലോചിച്ച് നോക്കിയേ. 6 × 2 12 ആണ്. ഇനി 12 കിട്ടാൻ വല്ല വഴിയുണ്ടോ? യെസ്, 12 × 1 12. ഇനി എന്തെങ്കിലും മാർഗമുണ്ടോ 12 കിട്ടാൻ? ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് 3 തരത്തിൽ കിട്ടി. ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ മനസ്സിലായി. അപ്പോൾ എത്ര തരത്തിൽ സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് 16ന്റെ മൾട്ടിപ്പിൾസിന് എഴുതാൻ സാധിക്കുന്ന ഏകദേശം രൂപം കിട്ടി അല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ എന്തിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ അല്ലേ? ഇതിലാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതാദ്യം ഇട്ട് കൊടുത്ത് നോക്കാം. എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 3 ഇതില് എക്സിന്റെ വൈക്ക് 3 തരത്തിലാണ് വാല്യൂസ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ആദ്യത്തെ ഇക്വേഷനിൽ എത്രയാണ് ഇരിക്കുന്നത്? എക്സ് ഈക്വൽസ് നമ്മൾ എക്സിന്റെ വാല്യൂ 4 ആയിട്ടല്ല വലുതെടുക്കുക. വൈ ഈക്വൽസ് 3. രണ്ടാമത്തേലാണെങ്കിൽ എക്സ് ഈക്വൽസ് 6 ആൻഡ് വൈ ഈക്വൽസ് 2. മൂന്നാമത്തേൽ എക്സ് ഈക്വൽസ് 12 ആൻഡ് വൈ ഈക്വൽസ് 1. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാ വരാ? 4 + 3 ഹോൾ സ്ക്വയർ മൈനസ് 4 - 3 ഹോൾ സ്ക്വയർ. 4 + 3 എന്ന് പറയുമ്പോൾ 7 സ്ക്വയർ മൈനസ് 4 - 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 സ്ക്വയർ. എത്ര കിട്ടാ? നമുക്ക് 48 കിട്ടണം. അപ്പോഴാണ് നമ്മുടെ ആൻസർ ശരിയാവുള്ളൂ. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് 1 പോയാൽ 48 ശരിയല്ലേ? അപ്പോൾ ഒരെണ്ണം ശരി. ഇനി അടുത്തത് ഇട്ട് കൊടുക്കുമ്പോൾ അടുത്തത് എക്സിന്റെ വാല്യൂ 6ഉം പിന്നെ 2ഉം ആണ്. അപ്പോൾ 6 + 2 ഹോൾ സ്ക്വയർ മൈനസ് 6 - 2 ഹോൾ സ്ക്വയർ. അപ്പോൾ എത്ര വരും? 8 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 ആണ് അല്ലേ? 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 16. അപ്പോൾ എത്ര കിട്ടാ? 8 4 അല്ലേ? അതും ഓക്കെ, 48 തന്നെ കിട്ടി. ഇനി എന്താണ് അടുത്തതായിട്ട്? 12ഉം 1ഉം. അപ്പോൾ എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ 12 + 1 ഹോൾ സ്ക്വയർ മൈനസ് 12 - 1 ഹോൾ സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടി? 13 സ്ക്വയർ മൈനസ് 11 സ്ക്വയർ. ശരിയാണോ? 13 സ്ക്വയർ എന്ന് പറയുമ്പോൾ 169 മൈനസ് 11 സ്ക്വയർ 121. എത്ര വന്നു? 8 4. അപ്പോൾ 3 പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിച്ചു. അതപ്പോൾ 16ന്റെ അടുത്ത മൾട്ടിപ്പിൾ എത്ര വരാ? 48 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എത്ര വരാ? 48 നമുക്ക് 16 ആഡ് ചെയ്ത് നോക്കാം. 64. അപ്പൊ അടുത്തത് നമുക്ക് 4xy എന്ന് പറയുന്ന 4xy = 64. അപ്പൊ xy എന്ന് പറയുന്നത് 64 / 4 അല്ലേ? 4 6ല് ഒരു പ്രാവശ്യം 24ല് 16 കിട്ടി. അപ്പൊ x × y 16. അപ്പൊ 16 കിട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കൂ. ഒരെണ്ണം എന്ന് പറയുന്നത് 8 × 2 അല്ലേ? 4 × 4. പിന്നെന്താ വരാ? 16 × 1 കഴിഞ്ഞില്ലേ? 3 എണ്ണം തന്നെ. ഈ 3 നമുക്ക് ചെയ്ത് നോക്കാം. ഒരെണ്ണത്തിൽ എന്താണ്? x = 8, y = 2, x = 4, y = 4,
x equals 16 and y equals 1. ഇനി നമുക്കിതിൽ നമ്മുടെ സ്ഥിരം ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് നമ്മളുടെ ഇത് ഇക്വേഷൻ? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. നമുക്ക് എത്ര കിട്ടണ്ടേ? 64 നമുക്ക് കിട്ടണം അല്ലേ? അപ്പോൾ ആദ്യത്തെ എടുക്കാം. 8 + 2 എന്ന് പറയുമ്പോൾ എത്രയാ? 8 + 2 10. 10 സ്ക്വയർ മൈനസ് 8 മൈനസ് 2 6 സ്ക്വയർ. അപ്പോൾ എത്രയാണ്? 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ 100, 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാ? 36. അപ്പോൾ ശരിയാണ്, 64 കിട്ടി. അപ്പോൾ അത് ഓക്കെ. അടുത്തത് 4, 4 രണ്ടും ഒരേ വാല്യൂ ആണ് എക്സിനും വൈക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? എന്തും സംഭവിക്കാം. എക്സ് പ്ലസ് വൈയിൽ നമ്മൾ ഇട്ട് കൊടുത്തു 4 + 4 ഹോൾ സ്ക്വയർ മൈനസ് 4 മൈനസ് 4 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താ വരും? 8 സ്ക്വയർ മൈനസ് 4 മൈനസ് 4 0. 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 0. 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 64. ഒന്നും സംഭവിച്ചില്ല, നമുക്ക് ക്യാൻസൽ കിട്ടി. അടുത്തത് 16ഉം 1ഉമാണ്. അപ്പോൾ 16 + 1 എന്ന് പറയുമ്പോൾ 17 സ്ക്വയർ മൈനസ് 16 മൈനസ് 1 15 സ്ക്വയർ. 17 സ്ക്വയർ എത്രയാ? 17 × 17 289 മൈനസ് 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225. എത്ര കിട്ടും? 4 6 കിട്ടി. അപ്പോൾ നമുക്ക് അതിനെയും നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? All multiples of 16 starting with 48 can be written as a difference of the perfect squares in 3 different ways. അല്ലേ? 3 തരത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും എന്ന് നമ്മൾ ഇപ്പോൾ തെളിയിച്ചു. എന്തായി? മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് നിർത്താം അല്ലേ? അതിന് സം ആൻഡ് ഡിഫറൻസ് ആണ് ഇത് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നോക്കണം. അപ്പം ഞാൻ പറഞ്ഞു തന്നപ്പോൾ ചിലപ്പോൾ നന്നായി മനസ്സിലായിട്ടുണ്ടാവും, ഇത്ര ഉള്ളതെന്ന് തോന്നും. പക്ഷേ ഒറ്റയ്ക്ക് ബുക്ക് പേന എടുത്തിട്ട് ചെയ്ത് നോക്കാം, ശരിയായി വരുന്നുണ്ടോ. ഓക്കെ? അല്ലാണ്ട് ഇത് മാത്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കി പഠിക്കുകയോ വായിച്ച് പഠിക്കുകയോ ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. ബാക്കി സബ്ജക്റ്റിൻ്റെ പോലെയല്ല, ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ഇത് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം ഇനി അടുത്ത ക്ലാസ്സിലെടുക്കാം.